അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അക്കാഡമിയ ഗാലറിയുടെ മുമ്പിലാണ്. അക്കാഡമിയ ഗാലറിയിൽ ഉള്ള ഒരു കാഴ്ചയെന്ന് പറയുന്നത് മൈക്കൽ ആഞ്ചലോയുടെ ഡേവിഡ്, ആ ഒരു സ്കൾപ്ചർ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പക്ഷേ റിനൈസൻസ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ സൃഷ്ടി എന്ന് പറയുന്നത് മൈക്കൽ ആഞ്ചലോയുടെ ഈ ഡേവിഡാണ്. അപ്പോൾ നമുക്ക് അക്കാഡമിയ ഗാലറിയിലേക്ക് പ്രവേശിക്കുക ഈ ക്യൂവിൽ നിന്നുകൊണ്ട്. അക്കാഡമിയ ഗാലറിയിൽ ആദ്യം തന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് റേപ്പ് ഓഫ് സബീൻ വുമൺ എന്ന് പറയുന്ന ഒരു സ്കൾപ്ചറാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കഥ റോമ സാമ്രാജ്യം സ്ഥാപിച്ച റോമുലസ്, അദ്ദേഹം ഈ സബീൻ ട്രൈബിൽപ്പെട്ട കുറേ യുവതികളെ വിളിച്ചു വരുത്തി അവരെ അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ള ഒരു പഴയൊരു ഐതിഹ്യമുണ്ട് റോമ സാമ്രാജ്യത്തിലെ പോപ്പുലേഷൻ കൂട്ടുന്നതിന് വേണ്ടി. അപ്പോൾ ആ ഒരു ഐതിഹ്യം പേർന്നതാണ് ഈ ഒരു സ്കൾപ്ചർ. യേശുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് പെയിൻറ്റിങ്ങുകൾ കാണാം. പ്രശസ്തരായ വ്യക്തികളുടെ പെയിൻറ്റിങ്ങുകളാണ്. അപ്പോൾ അക്കാഡമിയ ഗാലറിയിലെ ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാഴ്ചയാണ് ഈ ഡേവിഡിൻ്റെ കാഴ്ചയെന്ന് പറയുന്നത്. മൈക്കൽ ആഞ്ചലോയുടെ ഏറ്റവും വലിയൊരു കലാസൃഷ്ടി, ഒരു പക്ഷേ റിനൈസൻസ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കലാസൃഷ്ടി എന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈക്കൽ ആഞ്ചലോയുടെ ഈ ഡേവിഡാണ്. അപ്പോൾ ഈ ഡേവിഡിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും മൈക്കൽ ആഞ്ചലോ ഹ്യൂമൻ അനാറ്റമി എങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ സൃഷ്ടിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരീരത്തിൻ്റെ ഞരമ്പുകളും മസിലുകളും ഒക്കെ എങ്ങനെയാണ് മൈക്കൽ ആഞ്ചലോ വളരെ വിദഗ്ധമായി പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിശയകരമായ ഒരു കാര്യമാണ്. അതുപോലെ എങ്ങനെയാണ് മൈക്കൽ ആഞ്ചലോ തൻ്റെ സൃഷ്ടിയിൽ കൂടെ ഹ്യൂമൻ ഇമോഷൻസ് പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ളത് കാണണമെങ്കിലും തീർച്ചയായിട്ടും മൈക്കൽ ആഞ്ചലോയുടെ ഈ ഡേവിഡ് എന്ന് പറയുന്ന ഈ വർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. വെയിനുകളൊക്കെ ശരിക്കും സ്പഷ്ടമാണ് ആ കയ്യിലും ഒക്കെയായിട്ട്, ആ മുഖഭാവം, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും. ശരിക്കും ദൈവത്തിൻ്റെ കരങ്ങളാണ് മൈക്കൽ ആഞ്ചലോയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് സംശയിച്ച് പോകത്തക്ക തരത്തിലാണ് ഡേവിഡിനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. ഡേവിഡിനെ എന്തുകൊണ്ടാണ് മൈക്കൽ ആഞ്ചലോ പൂർണ്ണ നഗ്നനായി ചിത്രീകരിച്ചിരിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡായിട്ട് പിന്നീട് ഒരവതരണം തരുന്നതായിരിക്കും. അതിവിശിഷ്ടവും അനിതര സാധാരണവുമായ ഒരു സൃഷ്ടി തന്നെയാണ് മൈക്കൽ ആഞ്ചലോയുടെ ഡേവിഡ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. റിനൈസൻസ് കാലഘട്ടത്തിലെ ഏറ്റവും അത്യുന്നതമായ സൃഷ്ടി അതാണ് മൈക്കൽ ആഞ്ചലോയുടെ ഡേവിഡ്. അപ്പോൾ അക്കാഡമിയ ഗാലറിയുടെ ഈ ഭാഗത്തായി കാണുന്നത് ഫ്ലോറൻസിൻ്റെ വിവിധ ഭാഗങ്ങളിലായി റിനൈസൻസ് കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് പെയിൻറ്റിങ്ങുകൾ, അവയൊക്കെ നാശോന്മുഖം ആയപ്പോൾ കാലഘട്ടത്തിന് അതിജീവിക്കത്തക്ക തരത്തിൽ അവയെല്ലാം പുനഃസൃഷ്ടിച്ച് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഗാലറിയിൽ ഈ ഒരു ഭാഗത്ത് ആ ഫ്ലോറൻസിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത പെയിൻറ്റിങ്ങുകൾ അതിൻ്റെ പുനരവതരണം ആണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ റിനൈസൻസ് എന്ന് പറയുന്നത് ആർട്സിൻ്റെയും അതുപോലെ സ്കൾപ്ചർ വർക്കുകളുടെയും സയൻസിൻ്റെയും ഒക്കെ നവോത്ഥാന കാലഘട്ടം. ആ കാലഘട്ടം വന്നതുകൊണ്ട് മാത്രമാണ് ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് മനുഷ്യർക്ക് ഒരു മോചനം ഉണ്ടായത് എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം എപ്പോഴും കലയും സയൻസും ഒക്കെ വളരുമ്പോഴാണ് മനുഷ്യൻ ആധുനികതയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് പറയാം. പല കാലഘട്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത അനേകം സ്കൾപ്ചേഴ്സ് ഇവിടെ നമുക്ക് ലോറൻസോ ബാർട്ടോലിനിയുടെ 1777 സ്കൾപ്ചർ. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ മൈക്കൽ ആഞ്ചലോയുടെ പൂർണ്ണതയിലെത്താത്ത കുറേ ശില്പങ്ങളാണ് കാണുന്നത്. അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും എന്നാൽ ഫിനിഷ് ചെയ്യാഞ്ഞതുമായ കുറേ ചാരുശില്പങ്ങൾ മാർബിളിൽ നിന്നും എങ്ങനെയാണ് മനുഷ്യ ശരീരങ്ങൾ കടഞ്ഞെടുക്കുന്നതെന്നുള്ള നമുക്കിവിടെ കാണാം. പ്രിസണേഴ്സ് എന്നാണ് ഈ ശില്പങ്ങളെ വിളിക്കുന്നത്. കാരണം ഇവയൊക്കെ ഈ രൂപങ്ങളൊക്കെ ആ കല്ലിൽ തന്നെ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രിസണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്കൽ ആഞ്ചലോയുടെ പൂർത്തീകരിക്കാത്ത കുറേ ശില്പങ്ങൾ നമുക്ക് ഇവിടെ കാണാം, മാർബിളിൽ തീർത്തവ. അക്കാഡമിയ ഗാലറിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനിയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഉള്ള മറ്റൊരു തീർച്ചയായും കണ്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാഴ്ചയാണ് സാൻ ലോറൻസോ ചർച്ചിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ അടുത്തതായി കയറുന്നത് സാൻ ലോറൻസോ ചർച്ചിലേക്കാണ്. 1400-കളിലൊക്കെ റിനൈസൻസിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ
ഒരു ചർച്ചയാണ്. അപ്പോൾ സാൻ ലോറൻസോ ചർച്ചിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനിയും പോകുന്നത്. അങ്ങനെ നമ്മൾ സാൻ ലോറൻസോ ചർച്ചിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏത് ചർച്ചിലും കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ രണ്ട് വശങ്ങളും മനോഹരമായ പെയിൻറ്റിങ്ങുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. പോളിക്രോം മാർബിൾ കൊയറാണ് ആക്ച്വലി. ഇത്ര മനോഹരമാണല്ലേ. വലിയ കോളംസാണ് ഈ ചർച്ചിനെ താങ്ങി നിർത്തുന്നത്. ഉണ്ടല്ലേ, അതിമനോഹരമായൊരു ദേവാലയം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ കാണുന്നത് 2 പൾപിറ്റുകളാണ്. ഇത് ഡിസൈൻ ചെയ്തത് ഡൊണാറ്റെല്ലോ ആണ്. ഈ പൾപിറ്റിൻ്റെ തീമെന്ന് പറയുന്നത് റിസറക്ഷനാണ്, യേശുവിൻ്റെ പുനരുദ്ധാനം, പാഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റാണ് ഈ ഭാഗത്ത് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ നടന്നു വരുമ്പോൾ ഫിലിപ്പോ ലിപ്പിയുടെ അതിമനോഹരമായ പെയിൻറ്റിങ്ങുകൾ നമുക്ക് കാണാം. സെയിൻറ്റ് നിക്കോളാസിൻ്റെ ജീവിതത്തോട് ബന്ധിപ്പിച്ചുള്ള കഥകളൊക്കെയാണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൊണാറ്റെല്ലോ ഈ കോഫിൻ മാർബിളിൽ കൊത്തി ഉണ്ടാക്കിയത് നിക്കോളോ ആൻഡ് ഫിയോറെറ്റ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ മാർബിളിൽ കടഞ്ഞെടുത്ത അതിമനോഹരമായ കൊഫീൻ. അപ്പോൾ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഓൾഡ് സാക്രിസ്റ്റിയിലേക്കാണ്. ഇത് ഫിലിപ്പോ ബ്രൂണലെച്ചി ഡിസൈൻ ചെയ്തതാണ്. അതിമനോഹരമായ ഒരു ഭാഗം. ഇപ്പോൾ നമ്മൾ സെൻറ്റ് ലോറൻസോ ചർച്ചിൻ്റെ ഒരു ക്രിപ്റ്റിലേക്ക് ഇറങ്ങുകയാണ്. ഡൊണാറ്റെല്ലോയുടെയും കൊസിമോയുടെയും ഒക്കെ ട്യൂമ്പ് ഈ ഭാഗത്തായിട്ടാണ്. നമ്മൾ സെൻറ്റ് ലോറൻസോ ചർച്ചിൻ്റെ ഉൾഭാഗത്തേക്ക് ക്രിപ്റ്റിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഡൊണാറ്റെല്ലോയുടെ ട്യൂമ്പാണ്. ഈ ഭാഗത്ത് ഡൊണാറ്റെല്ലോയ്ക്ക് ഒരു ട്യൂമ്പ് കൊടുക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ട്യൂമ്പ് ഇവിടെ ആക്കാനായിട്ട്. കാരണം കൊസിമോ എന്ന് പറയുന്ന ഏറ്റവും പ്രബലനായ മെഡിച്ചി റൂളർ, അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത് ഇടപെട്ടിരുന്ന, അദ്ദേഹത്തിനൊരു സുഹൃത്തു പോലെയായിരുന്നു ഈ ഡൊണാറ്റെല്ലോ എന്ന് പറയുന്ന അതിപ്രശസ്തനായ വാസ്തുശില്പ വിദഗ്ധൻ. അപ്പോൾ ആ ഡൊണാറ്റെല്ലോയോടുള്ള അടുപ്പം കാരണമാണ് ഇവിടെ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ട്യൂമ്പ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രഷറി ഓഫ് സാൻ ലോറൻസോയാണ് കാണുന്നത്. ഈ ചർച്ചിൻ്റെ ക്രിപ്റ്റിൽ താഴ്ഭാഗത്തായിട്ടുള്ളതാണ്. ഇവിടെ ആ മെഡിച്ചിയുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വെള്ളി പാത്രങ്ങൾ, വൈൻ ഗ്ലാസ്സുകളൊക്കെ കാണാം. അതുപോലെ രത്നങ്ങൾ കൊണ്ടൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. വെള്ളിയിൽ തീർത്ത പ്രത്യേകമായ ഒരു രൂപം ഇവിടെ കാണാം, ഉണ്ടല്ലേ. സാൻ ലോറൻസോ ചർച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ബസലിക്ക ഓഫ് ഹോളി ക്രോസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഫ്ലോറൻസിലെ വലിയ ദേവാലയങ്ങൾ ഒന്നിൻ്റെ മുന്നിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രാൻസിസ്കൻ ദേവാലയം അതാണ് അതിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാന്റാക്രോസ് ചർച്ച്, അതായത് ബസലിക്ക ഓഫ് ദി ഹോളി ക്രോസ്. അപ്പോൾ ഇതിനുള്ളിലെ കാഴ്ചകളാണ് നമുക്ക് പോകേണ്ടത്. ഇവിടേക്ക് വരാൻ പ്രത്യേകം കാരണങ്ങളുണ്ട്. മൈക്കലാഞ്ചലോ, അതുപോലെ തന്നെ ഗലീലിയോ എന്നീ പ്രശസ്തരുടെയൊക്കെ അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ പള്ളിക്കുള്ളിലാണ്. അപ്പോൾ അത് തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ പള്ളിക്കുള്ളിലേക്ക് പോയി ഇതിൻ്റെ കാഴ്ചകൾ കാണാം. ഇതിൻ്റെ ഈ വലിയ കവാടം തന്നെ കണ്ടില്ലേ, അതിലെ ആ കഥകളിലെയൊക്കെ വർക്കുകൾ, ഇതെല്ലാം പ്രശസ്തരായ ശില്പികളാണ് ഇതെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പള്ളി തന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിമനോഹരമാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഡാൻറ്റയുടെ ഒരു വലിയ ഒരു സ്കൾപ്ചർ ഇവിടെ കാണാം. ദി ഡിവൈൻ കോമഡി എന്ന് പറയുന്ന വലിയ സാഹിത്യ കൃതിക്ക് രൂപം കൊടുത്ത ഡാൻറ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു സ്കൾപ്ചർ കാണാം. ഈ പള്ളിക്കുള്ളിലും അദ്ദേഹത്തിൻ്റേതായ ഒരു മെമ്മോറിയൽ നമുക്ക് കാണാം, ഉണ്ടല്ലേ. ഡാൻറ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രതിമ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ ബസലിക്ക എത്ര മനോഹരമാണെന്നുള്ളത്. മാർബിളിൽ തീർത്തിരിക്കുന്ന മറ്റൊരു ഒരു കലാസൃഷ്ടി, അതിമനോഹരമായ ചർച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് പോവാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് റേഡിയോ കണ്ടുപിടിച്ച ഇൻവെൻറ്ററായ മാർക്കോണി.
മാർക്കോണി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. ഇനി നമ്മൾ നടന്നു വരുന്നത് ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ഗലീലിയോ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത് ഉണ്ടല്ലേ. അപ്പോൾ അവിടെ ഗലീലിയോയുടെ ഒരു സ്കൾപ്ചറുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമുക്ക് കാണാം ടെലസ്കോപ്പ് ഇൻവെൻറ്റ് ചെയ്ത വ്യക്തി എന്ന നിലയിലൊക്കെയാണ് ഗലീലിയോ അറിയപ്പെടുന്നത്, ഒരു ഇൻവെൻറ്റർ. അപ്പോൾ റിനൈസൻസ് കാലഘട്ടത്തിലൊക്കെ വലിയ സംഭാവനകൾ നൽകിയാണ് സയൻസിന്, ശാസ്ത്രത്തിന്. അടുത്തതായി നമ്മളെത്തുന്നത് മറ്റാരുടെയുമല്ല, മൈക്കലാഞ്ചലോയുടെ ഖബറിടത്തിലേക്കാണ്. അദ്ദേഹത്തിന് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ഖബറിടമാണ് ഒരുക്കിയിരിക്കുന്നത് ഉണ്ടല്ലേ. മൈക്കലാഞ്ചലോയുടെ ഒരു പ്രതിമ, ഒരു സ്കൾപ്ചർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കോഫിന് മുന്നിലായി 3 പ്രതിമകളെ കാണാം. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബ്യൂട്ടി, സ്പിരിച്വാലിറ്റി, ക്രിയേറ്റിവിറ്റി എന്നീ 3 കാര്യങ്ങളെയാണ്. ഡാന്റെയുടെ ഓർമ്മ നിലനിർത്തുന്നതിനായി സ്ഥാപിച്ചിട്ടുള്ള ഒരു വലിയ സ്കൾപ്ചർ. ഡാന്റയെ അടക്കം ചെയ്തിരിക്കുന്ന ഇവിടെയല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനായിട്ടാണ് ഇങ്ങനെയൊരു സ്മാരകം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരുപാട് സാഹിത്യകാരന്മാർക്ക് ഇൻസ്പിറേഷൻ കൊടുത്ത ഒരു കൃതി എന്ന നിലയിൽ ദി ഡിവൈൻ കോമഡി എല്ലാ കാലവും നിലനിൽക്കും. അതിൻ്റെ രചയിതാവായ ഡാന്റെയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ മൈക്കലാഞ്ചലോയെ ഒക്കെ പോലെ തന്നെ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയായിരുന്നു മാക്കിയവെല്ലിക്ക് ഒരുക്കിയിരിക്കുന്ന ഖബറിടമാണിത്. കണ്ടാലും തീരാത്തത്ര വലിയ ശില്പങ്ങളും ഫ്രസ്കോസുകളും ഒക്കെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫ്രാൻസിസ്കൻ ദേവാലയമാണിത്. ഒരു ദിവസം മുഴുവൻ നടന്ന് ചിത്രീകരിച്ചാലും തീരാത്തത്രയാണ് കാഴ്ചകൾ. അങ്ങനെ നമ്മുടെ സാന്റാക്രോസ് ബസിലിക്കയുടെ കാഴ്ചകളൊക്കെ കണ്ടു എല്ലാവരും. അതിമനോഹരമായ വിശേഷപ്പെട്ട ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് അവയർനെസ്സും കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഫ്ലോറൻസിലെ മറ്റ് അനവധി കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് വരുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം.